നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KP വിശ്വനാഥൻ ഇനി ദീപ്തമായ ഓർമ്മ. അന്തരിച്ച മുൻ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ KP വിശ്വനാഥന്റെ സംസ്കാരം തൃശൂർ പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടന്നു. തോളൂർ എടക്കളത്തൂരിൽ മകന്റെ വെട്ടേറ്റ് അമ്മ മരിച്ചു. മരിച്ചത് എടക്കളത്തൂർ സ്വദേശിനി 68 വയസ്സുള്ള ചന്ദ്രമതി. കൊലപാതകത്തിന് കാരണം കുടുംബവഴക്കെന്ന് പോലീസ്. മകൻ കസ്റ്റഡിയിൽ. രാജ്യം ഭീതിജനകമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിലൂടെ പോകുമ്പോൾ അധ്യാപകർ പുരോഗമന ചിന്തയുടെ വക്താക്കളാകണമെന്ന് ഡിവൈഎഫ്ഐ കേന്ദ്ര നിർവാഹക സമിതി അംഗം ജെയ്ക് സി തോമസ്. കുന്നംകുളത്ത് KSTA ജില്ലാ സമ്മേളനം ജെയ്ക് ഉദ്ഘാടനം ചെയ്തു. വാസ്തുവിദ്യാ കുലപതി കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ ശതാഭിഷേകാഘോഷത്തിന് ജന്മനാട്ടിൽ തുടക്കമായി. 1000 പൂർണ്ണചന്ദ്രന്മാരെ ദർശിച്ച കാണിപ്പയ്യൂരിന്റെ ശതാഭിഷേകം 2 ദിവസങ്ങളിലായി നടക്കുന്നത് വൈവിധ്യമാർന്ന പരിപാടികളോടെ. ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ. വൈദ്യുതി ദീപാലങ്കാരങ്ങൾ ഒരുക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് KSEB അധികൃതർ. അപകട സാധ്യതയുള്ളതിനാൽ സൂക്ഷ്മതയോടെയുള്ള ഇടപെടൽ അനിവാര്യമാണെന്നും വൈദ്യുതി വകുപ്പ്. വിശദമായ വാർത്തയിലേക്ക്. KP വിശ്വനാഥൻ ഇനി ദീപ്തമായ ഓർമ്മ. അന്തരിച്ച മുൻമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ KP വിശ്വനാഥന്റെ സംസ്കാരം തൃശൂർ പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടന്നു. തൃശൂർ പാട്ടുരായ്ക്കലിലെ വീട്ടിൽ നിന്നും ഭൗതിക ശരീരം പൊതുദർശനത്തിനായി രാവിലെ 10ഓടെ DCC ഓഫീസിലെത്തിച്ചു. MP മാരായ TN പ്രതാപൻ, ബെന്നി ബെഹനാൻ, MLA സനീഷ് കുമാർ ജോസഫ്, UDF കൺവീനർ MM ഹസൻ, മുതിർന്ന നേതാവ് VM സുധീരൻ, മുൻ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ, DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അടക്കമുള്ള നേതാക്കളും പ്രവർത്തകരും നാനാ തുറകളിൽപ്പെട്ടവരും അന്തിമോപചാരം അർപ്പിച്ചു. ജില്ലാ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനത്തിന് ശേഷം ഉച്ചയോടെ ഭൗതികദേഹം തിരികെ പാട്ടുരായ്ക്കലിലെ വസതിയിലെത്തിച്ചു. തുടർന്ന് അന്ത്യകർമ്മങ്ങൾക്കും വനംവകുപ്പിന്റെയും പോലീസിന്റെയും ഗാർഡ് ഓഫ് ഓണറുകൾക്കും ശേഷം 3 മണിക്ക് പാറമേക്കാവ് ശാന്തിഘട്ടിൽ സംസ്കരിച്ചു. കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിനെ ആദരിക്കുന്നത് അറിവിനെ ബഹുമാനിക്കുന്നതിന് തുല്യമാണെന്ന് MP അബ്ദുൾ സമദ് സമദാനി MP. സാമൂഹിക വാസ്തുരംഗങ്ങളിൽ പതിറ്റാണ്ടുകളായി അമൂല്യ സംഭാവനകൾ നൽകി വരുന്ന വാസ്തു വിദ്യാകുലപതി കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ 84ാം പിറന്നാളിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കൃഷ്ണായനം ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഴമുള്ള അറിവിന്റെ പിൻബലമില്ലാതാകുമ്പോഴാണ് വിപരീതാത്മകമായ പ്രവൃത്തികൾ ഉണ്ടാകുന്നതെന്നും സ്വത്വത്തിലും പാരമ്പര്യത്തിലും ഉറച്ചുനിന്നാണ് കാണിപ്പയ്യൂർ അറിവ് നേടിയതെന്നും MP അബ്ദുൾ സമദ് സമദാനി MP പറഞ്ഞു. അറിവിനെ കലഹത്തിനോ ശത്രുതയ്ക്കോ ഉപയോഗിച്ചില്ല. വൈരവിദ്വേഷങ്ങളും കിടമത്സരങ്ങളും വർദ്ധിക്കുന്ന കാലത്ത് ശാന്തിയുടെ വിളക്ക് കത്തിച്ചുവെക്കാനാണ് കാണിപ്പയ്യൂർ കുടുംബം അറിവിനെ പ്രയോജനപ്പെടുത്തുന്നതെന്നും അവിടെ ജാതിയോ മതമോ മറ്റു വേർതിരിവുകളോ കാണാനാവില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ മഹാമനുഷ്യനെ കുറിച്ച് പറയാൻ അറിവിനെ ബഹുമാനിച്ച് പറഞ്ഞാൽ മതി എന്നാണ് എൻ്റെ മനസ്സെന്നോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അറിവിനെ ആദരിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആദരത്തിൻ്റെ താല്പര്യം. ഇന്ന് പലതും ലോകത്തിൽ വിപരീതാത്മകമായിട്ട് മാറുന്നു. നെഗറ്റീവിസം പലതും നെഗറ്റീവായിട്ട് മാറുന്നതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് അന്വേഷിച്ച് ചെന്നാൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുക ആഴമുള്ള അറിവിൻ്റെ പിൻബലമുള്ളതല്ല അതൊന്നും എന്ന തിരിച്ചറിവിലാണ് നാം എത്തിച്ചേരുക. മതം അറിവിൻ്റെ മുകളിൽ സ്ഥാപിതമായിരിക്കണം എന്നാണ് എൻ്റെ എക്കാലത്തെയും വിശ്വാസം. തുടർന്ന് MP അബ്ദുൾ സമദ് സമദാനി MP കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിനെ ആദരിച്ചു. ചടങ്ങിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കുന്നംകുളം ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത മുഖ്യപ്രഭാഷണം നടത്തി. ബ്രഹ്മശ്രീ കാണിപ്പയ്യൂർ നാരായണൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മലയാള മനോരമ സർവീസ് സൊല്യൂഷൻസ് ആൻഡ് മാർക്കറ്റിംഗ് വൈസ് പ്രസിഡന്റ് ജോയ് മാത്യു, യോഗക്ഷേമ സഭ അക്കീരമൺ കാളിദാസൻ ഭട്ടതിരി, ബ്രഹ്മസ്വം വടക്കുംപാട്ട് നാരായണൻ എന്നിവർ സംസാരിച്ചു. മുൻ നഗരസഭാ ചെയർമാൻ PG ജയപ്രകാശ് സ്വാഗതവും സെമിനാർ കമ്മിറ്റി ചെയർമാൻ KK മുരളി നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് കുന്നംകുളം. കൃഷ്ണായനത്തിന്റെ ഭാഗമായി ഒരുക്കിയ പുസ്തക പ്രദർശനോദ്ഘാടനം നടന്നു. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ബ്രഹ്മശ്രീ കാണിപ്പയ്യൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. സാഹിത്യകാരൻ ഡോക്ടർ ഹരികൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബദനി ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജർ ഫാദർ ബെഞ്ചമിൻ OAC അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, നാരായണൻ നമ്പൂതിരിപ്പാട് എന്നിവർ സംബന്ധിച്ചു. ചടങ്ങിന് കാണിപ്പയ്യൂർ കുട്ടൻ നമ്പൂതിരിപ്പാട് സ്വാഗതവും HNC പബ്ലിക്കേഷൻ ഉടമ TI വിക്ടർ നന്ദിയും പറഞ്ഞു. മലയാള മനോരമ, DC ബുക്സ്,
റെഡ് റോസ്, HMC, കാണിപ്പയ്യൂർ പഞ്ചാംഗം എന്നിവരാണ് പ്രദർശനത്തിന് നേതൃത്വം നൽകുന്നത്. കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ ശതാഭിഷേക ചടങ്ങുകളുടെ ഭാഗമായി വാസ്തുവിദ്യാ സെമിനാറും വാസ്തുശാസ്ത്ര വിദ്യാർത്ഥികളുമായി മുഖാമുഖവും നടന്നു. ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ അധ്യക്ഷയായി. കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിനെക്കുറിച്ചുള്ള ഡോക്യുമെന്ററിയുടെ പ്രകാശനം വാസ്തുവിദ്യ ഗുരുകുലം ചെയർമാൻ ആർക്കിടെക്ട് പത്മശ്രീ G. ശങ്കർ നിർവഹിച്ചു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, വാസ്തുവിദ്യാ ഗുരുകുലത്തിലെ P. സുരേന്ദ്രൻ, വാസ്തുവിദ്യാ പ്രതിഷ്ഠാനിലെ രാമൻ ഭട്ടതിരി, നഗരസഭാ ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ T. സോമശേഖരൻ, പ്രചരണ കമ്മിറ്റി ചെയർമാൻ ജോസ് മാളിയേക്കൽ എന്നിവർ സംസാരിച്ചു. വാസ്തുശാസ്ത്ര വിദ്യാർത്ഥികളുമായുള്ള മുഖാമുഖത്തിൽ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മറുപടി നൽകി. വിവിധ സംഘടനാ ഭാരവാഹികളും വ്യക്തികളും കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിനെ പൊന്നാട അണിയിക്കുകയും ഉപഹാരം സമ്മാനിക്കുകയും ചെയ്തു. CCTV ന്യൂസ് കുന്നംകുളം. മറ്റു വാർത്തകളിലേക്ക്. തോളൂർ എടക്കളത്തൂരിൽ മകന്റെ വെട്ടേറ്റ് അമ്മ മരിച്ചു. എടക്കളത്തൂർ സ്വദേശിനി ചന്ദ്രമതിയാണ് വെട്ടേറ്റ് മരിച്ചത്. 68 വയസ്സാണ്. എടക്കളത്തൂരിലെ വാടക വീട്ടിൽ കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. കുടുംബവഴക്കിനിടെ മകൻ സന്തോഷ് അമ്മ ചന്ദ്രമതിയെ വെട്ടുകത്തികൊണ്ട് വെട്ടുകയായിരുന്നു. തലയ്ക്കും താടിക്കുമാണ് വെട്ടേറ്റത്. സംഭവത്തിനു ശേഷം സന്തോഷ് തന്നെയാണ് വിവരം പേരാമംഗലം പോലീസിനെ വിളിച്ച് അറിയിച്ചത്. പേരാമംഗലം പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ ചന്ദ്രമതി രക്തത്തിൽ കുളിച്ച് കിടക്കുകയായിരുന്നു. പോലീസ് ആംബുലൻസ് വിളിച്ച് ചന്ദ്രമതിയെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ശനിയാഴ്ച പുലർച്ചെ 3 മണിയോടെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. സന്തോഷിനെ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ പേരാമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തു. സന്തോഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ചന്ദ്രമതിയുടെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. CCTV ന്യൂസ് കേച്ചേരി. ചാവക്കാട് ബീച്ചിൽ പുതുവർഷ ആഘോഷ പരിപാടികൾ നടത്താൻ തീരുമാനം. ഗുരുവായൂർ MLA NK അക്ബറിന്റെ അധ്യക്ഷതയിൽ ചാവക്കാട് PWD റെസ്റ്റ് ഹൌസിൽ ചേർന്ന ബീച്ച് ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. ബീച്ച് ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കമ്മിറ്റിയും ചാവക്കാട് നഗരസഭയും സംയുക്തമായാണ് ന്യൂ ഇയർ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. തദ്ദേശീയരായവർക്കും കലാപരിപാടികൾ നടത്തുന്നതിന് സൗകര്യമൊരുക്കും. നിലവിലെ ടെൻഡർ കാലാവധി അവസാനിക്കുന്ന ടോയ്ലറ്റ് ബ്ലോക്ക്, ബോട്ടിംഗ് റൈഡ് തുടങ്ങിയവയ്ക്ക് പുതിയ ടെൻഡർ ക്ഷണിക്കുന്നതിനും തീരുമാനമായി. ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വിജയ് രാജ്, ചാവക്കാട് നഗരസഭാ ചെയർമാൻ ഷീജ പ്രശാന്ത്, വൈസ് ചെയർമാൻ KK മുബാറക്, അംഗങ്ങളായ MR രാധാകൃഷ്ണൻ, മഞ്ജുഷ സുരേഷ്, ജീന രാജീവ്, നഗരസഭാ സെക്രട്ടറി ആകാശ്, നഗരസഭാ എഞ്ചിനീയർ ടോണി, DTPC ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ആഘോഷങ്ങളുടെ ഭാഗമായി വൈദ്യുതി ദീപാലങ്കാരങ്ങൾ ഒരുക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് KSEB അധികൃതർ. അപകട സാധ്യതയുള്ളതിനാൽ ജാഗ്രത അനിവാര്യമാണെന്നും അധികൃതർ അറിയിച്ചു. ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളോടനുബന്ധിച്ച് വീടുകളിലും സ്ഥാപനങ്ങളിലും മറ്റും വൈദ്യുതി ദീപാലങ്കാരങ്ങളും നക്ഷത്രവിളക്കുകളും ഒരുക്കുമ്പോൾ സുരക്ഷാ നടപടികൾ കൈക്കൊള്ളുകയും ജാഗ്രത പാലിക്കുകയും ചെയ്യണമെന്ന് KSEB കുന്നംകുളം ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KS കൃഷ്ണകുമാർ അറിയിച്ചു. നക്ഷത്രവിളക്കുകളും ദീപാലങ്കാരങ്ങളും താൽക്കാലിക വയറിംഗ് നിയമപ്രകാരം ലൈസൻസുകളുള്ള വ്യക്തികളെ കൊണ്ട് മാത്രം ചെയ്യിക്കേണ്ടതാണ്. വൈദ്യുതി പ്രതിഷ്ഠാപനത്തിൽ 30 മില്ലി ആംപിയറിന്റെ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രോക്കർ സ്ഥാപിച്ചിട്ടുണ്ടെന്നും അത് പ്രവർത്തനക്ഷമമാണെന്നും ഉറപ്പാക്കണം. നക്ഷത്ര ദീപാലങ്കാരങ്ങളുടെ വയറുകൾ കുട്ടികൾക്ക് കയ്യെത്താത്ത ഉയരത്തിൽ സ്ഥാപിക്കണം. ഇൻസുലേഷൻ നഷ്ടപ്പെട്ടതോ ദ്രവിച്ചതോ കൂട്ടിയോജിപ്പിച്ചതോ കാലാഹരണപ്പെട്ടതോ നിലവാരം കുറഞ്ഞതുമായ വയറുകൾ ദീപാലങ്കാരങ്ങൾക്ക് ഉപയോഗിക്കരുത്. ISI ഗുണനിലവാരമുള്ള വയറുകളും അനുബന്ധ ഉപകരണങ്ങളും മാത്രം ഉപയോഗിക്കണം. കണക്ടറുകൾ ഉപയോഗിച്ച് മാത്രമേ വയറുകൾ കൂട്ടിയോജിപ്പിക്കാവൂ. ജോയിന്റുകൾ പൂർണ്ണമായും ഇൻസുലേറ്റ് ചെയ്തിരിക്കണം. ഗ്രില്ലുകൾ, ഇരുമ്പുകൊണ്ടുള്ള വസ്തുക്കൾ, ലോഹനിർമ്മിത ഷീറ്റുകൾ എന്നിവയിലൂടെ ദീപാലങ്കാരങ്ങൾ വലിക്കാതിരിക്കണമെന്നും വീടുകളിലെ എർത്തിംഗ് സംവിധാനം കാര്യക്ഷമമാണെന്ന് ഉറപ്പുവരുത്തണമെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വ്യക്തമാക്കി. സ്നേഹം നിറഞ്ഞ ഉപഭോക്താക്കളെ, നാട്ടുകാരെ, ക്രിസ്മസ് നവവത്സര ആഘോഷങ്ങൾ അടുത്തുവരുന്നു. ഈ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ധാരാളമായി വൈദ്യുതി അലങ്കാരങ്ങൾ വീടുകളിലും വാണിജ്യ സ്ഥാപനങ്ങളിലും ആളുകൾ ചെയ്തു വരുന്നുണ്ട്. പൊതുജനങ്ങൾ ഇക്കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രത പാലിക്കുകയും ഇതിനായി നാം ചെയ്യേണ്ടത് കുട്ടികൾക്ക് കയ്യെത്താത്ത ദൂരത്തിൽ വയറുകൾ സ്ഥാപിക്കുക, കാലപ്പഴക്കം ചെന്നതും പൊട്ടിയതുമായ വയറുകൾ ഒഴിവാക്കി ISI നിലവാരമുള്ള നല്ല തരം വയറുകൾ ഉപയോഗിക്കുക, ഈ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കറുകൾ സ്ഥാപിക്കുക, ഗ്രില്ലുകൾ, മറ്റു ലോഹവസ്തുക്കൾ എന്നിവയിലൂടെ വയറുകൾ വലിച്ചു കൊണ്ടുപോകാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ സുരക്ഷിതമായ രീതിയിൽ വൈദ്യുതാലങ്കാരങ്ങൾ നമുക്ക് സ്ഥാപിക്കുവാനും
പ്രവർത്തിപ്പിക്കുവാനും സന്തോഷിക്കുവാനും സാധിക്കുന്നതാണ്. വൈദ്യുതി വകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ച് അപകടങ്ങൾ ഒഴിവാക്കണമെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൂട്ടിച്ചേർത്തു. CCTV ന്യൂസ്, കേച്ചേരി. മങ്ങാട് വെട്ടിക്കടവ് ചെറുവക്കഴ കോൾപ്പടവിലെ മോട്ടോർ ഷെഡിൽ മോഷണം. മീറ്ററിന് 5000 രൂപ വില വരുന്ന 10 മീറ്റർ കേബിളാണ് നഷ്ടപ്പെട്ടത്. കഴിഞ്ഞ മാസം സമീപത്തുള്ള മാളൂർക്കടവ് മോട്ടോർ ഷെഡിലും സമാനമായി മോഷണം നടന്നിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമായിരുന്നു കവർച്ച. കർഷകർ നൽകിയ പരാതിയെ തുടർന്ന് കുന്നംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ACP CR സന്തോഷ്, SHO UK ഷാജഹാൻ, CPO രതീഷ്, ആന്റി നർക്കോട്ടിക് സ്ക്വാഡ് അംഗങ്ങളായ സുജിത്ത്, ആശിഷ് എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിജനമായ കോൾപ്പടവ് മേഖലകളിൽ അടിക്കടിയുണ്ടാകുന്ന മോഷണങ്ങളും സാമൂഹ്യ വിരുദ്ധരുടെയും ലഹരി മാഫിയകളുടെയും ശല്യവും കർഷകർക്ക് കനത്ത നഷ്ടമാണ് വരുത്തിവെക്കുന്നത്. പോലീസ് ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. രാജ്യം ഭീതിജനകമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിലൂടെ പോകുമ്പോൾ അധ്യാപകർ പുരോഗമന ചിന്തയുടെ വക്താക്കളാകണമെന്ന് ഡിവൈഎഫ്ഐ കേന്ദ്ര നിർവാഹക സമിതി അംഗം ജേക്സി തോമസ് പറഞ്ഞു. കുന്നംകുളത്ത് KSTA ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിനുമേൽ കേന്ദ്രം സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സംസ്ഥാന ഗവർണറെ മുമ്പിൽ നിർത്തിയാണ് കേന്ദ്ര സർക്കാർ സാമ്പത്തിക അടിയന്തരാവസ്ഥയ്ക്ക് ശ്രമിക്കുന്നത്. ഈ സമയത്ത് അധ്യാപകർ ഉൾപ്പെടെയുള്ള പുരോഗമന സമൂഹം യോദ്ധാക്കളാകേണ്ട കാലഘട്ടമാണ്. കേരളത്തിലെ ഉച്ചക്കഞ്ഞിക്ക് കേന്ദ്രവിഹിതം തരാതെ മണ്ണ് വാരിയിടാനാണ് ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കേരളത്തിലെ കുഞ്ഞുങ്ങളുടെ ഉച്ചഭക്ഷണത്തിൽ മണ്ണ് വാരിയിടാൻ ഇന്ത്യൻ യൂണിയൻ ഗവൺമെന്റ് ശ്രമിക്കുമ്പോൾ നിങ്ങൾ ആരോടൊപ്പം നിലയുറപ്പിക്കും? ഉച്ചക്കഞ്ഞി വിതരണമെന്ന് പറയുന്നത് ഒരു KSTA പദ്ധതി മാത്രമല്ല, ഒരു KSTA പ്രശ്നം മാത്രമല്ല. കേരളത്തിൽ വിശാലമായി പറഞ്ഞാൽ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രശ്നം മാത്രമല്ല, നിശ്ചയമായും ഒരു ഇടതുപക്ഷ പ്രശ്നമാണ്. പക്ഷേ വിശാലതയിൽ അതൊരു ഇടതുപക്ഷ പ്രശ്നം മാത്രമല്ല. കേരളത്തിലെ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് കഞ്ഞിയിൽ മണ്ണ് വാരിയിടാൻ ഇന്ത്യൻ യൂണിയൻ ഗവൺമെന്റിന്റെ പ്രതീകമായ സംഘപരിവാരം നേതൃത്വമാകുമ്പോൾ നിങ്ങൾ ആരോടൊപ്പം നിലയുറപ്പിക്കും? നിങ്ങൾ ഏതു ചേരിയിൽ നിലയുറപ്പിക്കും? നിങ്ങളുടെ പക്ഷം ഏതായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. KSTA ജില്ലാ പ്രസിഡന്റ് സജീവ് അധ്യക്ഷനായി. സ്വാഗത സംഘം ചെയർമാൻ MN സത്യൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ്, നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, KSTA സംസ്ഥാന പ്രസിഡന്റ് സുധീഷ്, ഫെസ്റ്റോ ജില്ലാ സെക്രട്ടറി E നന്ദകുമാർ, കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ഭാരവാഹി ലക്ഷ്മണൻ, KSTA ഭാരവാഹികളായ K പ്രമോദ്, KV ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി ജില്ലാ പ്രസിഡന്റ് B സജീവ് പ്രതിനിധി സമ്മേളനം നടക്കുന്ന ടൗൺ ഹാളിൽ പതാക ഉയർത്തി. CCTV ന്യൂസ്, കുന്നംകുളം. പെരുമ്പിലാവിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടം, 2 പേർക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രക്കാരായ പെരുമ്പിലാവ് കോട്ടപ്പുറത്ത് 23 വയസ്സുള്ള ബാദുഷ, ചെറിപ്പറമ്പിൽ 35 വയസ്സുള്ള കിരൺ എന്നിവരെ ആദ്യം പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി. വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെയാണ് അൻസാർ ആശുപത്രിക്ക് സമീപം ഇരുവരും സഞ്ചരിച്ചിരുന്ന ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. എരുമപ്പെട്ടി കരിയന്നൂരിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായി പരാതി. കറുപ്പം വീട്ടിൽ കുഞ്ഞുമുഹമ്മദിന്റെ മകൻ നിഹാദിനെയാണ് 3അംഗ സംഘം കാറിൽ കയറ്റിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായി പറയുന്നത്. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മണിയോടെയാണ് സംഭവം. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നിഹാൽ. എരുമപ്പെട്ടിയിലെ സ്വകാര്യ പാരലൽ കോളേജിൽ ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നതിനിടയിലാണ് സംഭവം. കരിയന്നൂർ കടങ്ങോട് റോഡിലെ പാടശേഖരത്തിന് സമീപം വെച്ച് എതിർദിശയിൽ നിന്ന് വന്നിരുന്ന കാർ നിഹാലിനരികിൽ നിർത്തി കാറിലുണ്ടായിരുന്നവർ കുട്ടിയോട് കാറിൽ കയറാൻ ആവശ്യപ്പെടുകയായിരുന്നെന്ന് പറയുന്നു. വീട്ടിലേക്ക് കൊണ്ടുവിടാമെന്ന് പറഞ്ഞാണ് സംഘം നിഹാലിനെ കാറിൽ കയറ്റാൻ ശ്രമിച്ചത്. ഞാൻ അവിടുന്ന് ട്യൂഷൻ വേണ്ടി വരുമ്പോൾ ബേബി ടീച്ചർ അവിടുന്ന് വരുമ്പോൾ അവർ ചോദിച്ചു കയറണ ചോദിച്ചോണ്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കയറുന്നില്ല, അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നാക്കിയാ പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിലൊന്ന് ഓടി, വീട്ടിലൊന്ന് പാട് പറഞ്ഞു. സ്വിഫ്റ്റ് നമ്പർ പ്ലേറ്റും ഇല്ല, ഫ്രണ്ടിലും ഇല്ല ബാക്കിലും ഇല്ല. 3 ഒരു താടി വെച്ചിട്ട് ഒരാളുണ്ടായിരുന്നു. ഡ്രൈവർക്ക് പുറമെ പുറകിലെ സീറ്റിൽ 2 പേരുണ്ടായിരുന്നു. വെള്ള നിറത്തിലുള്ള മാരുതി സ്വിഫ്റ്റ് കാറായിരുന്നെന്നും മുന്നിലും പുറകിലും കാറിന് നമ്പർ പ്ലേറ്റ് ഉണ്ടായിരുന്നില്ല എന്നും നിഹാൽ പറഞ്ഞു. കുട്ടിയുടെ പിതാവ് കുഞ്ഞുമുഹമ്മദ് ടാക്സി ഡ്രൈവറാണ്. ഭയന്ന് ഓടിയെത്തിയ കുട്ടി വീട്ടിൽ വിവരം പറയുകയും തുടർന്ന് പൊതുപ്രവർത്തകർ പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു. പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം കുട്ടിയുടെ മൊഴിയെടുത്ത് അന്വേഷണം ആരംഭിച്ചു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രന്റെ പിതാവ് പൊലിയോടത്ത് അപ്പുണ്ണി നിര്യാതനായി 92 വയസ്സായിരുന്നു. പരേതയായ കല്യാണിയാണ് ഭാര്യ. സുധാകരൻ, മോഹനൻ, വിശ്വംഭരൻ, അജിത് കുമാർ, ശിവദാസൻ, ഷാജി, അംബിക, പരേതരായ ശശികുമാർ, നന്ദകുമാർ എന്നിവർ മറ്റു മക്കളാണ്. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി.
കുന്നംകുളം CSI സെന്റ് പോൾസ് ദേവാലയത്തിലെ ഈ വർഷത്തെ ക്രിസ്മസ് നൈറ്റ് ഞായറാഴ്ച നടക്കും. ഇടവക ഗായക സംഘം, ജൂനിയർ ഗായക സംഘം, വിമൻസ് ഫെലോഷിപ്പ് എന്നിവർ ഗാനങ്ങൾ ആലപിക്കും. റവറൻ PG തോംസൺ സന്ദേശം നൽകും. റവറൻ ഷിബുമോൻ CK ആരാധനയ്ക്ക് നേതൃത്വം നൽകും. വേലൂർ പഞ്ചായത്തിലെ തളിർ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾ നിർമ്മിച്ച അലങ്കാര നക്ഷത്രങ്ങളുടെ സ്റ്റാൾ അമല ആശുപത്രിയിൽ തുടങ്ങി. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നടന്ന ചടങ്ങിൽ വേലൂർ പഞ്ചായത്ത് തളിർ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളും അമല ആശുപത്രി ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കലും വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബിയും ചേർന്ന് നടത്തി. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ജോയിന്റ് ഡയറക്ടർമാരായ ഫാദർ ഷിബു പുത്തൻപുരയ്ക്കൽ, ഫാദർ ആന്റണി മണ്ണുമൽ, ജനറൽ മാനേജർ ബോർജിയോ ലൂയിസ്, പഞ്ചായത്തിലെ മറ്റ് ജനപ്രതിനിധികൾ, സ്പെഷ്യൽ സ്കൂൾ ടീച്ചർ എന്നിവർ പങ്കെടുത്തു. വിവാഹശേഷം 10 ലക്ഷം സ്ത്രീധനം ആവശ്യപ്പെട്ടുള്ള നിരന്തര പീഡനത്തെ തുടർന്ന് കല്ലുംപുറത്ത് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പോലീസ് തയ്യാറാകണമെന്ന് വിമൺ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് VA ഫായിസ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ഒക്ടോബർ 25-നാണ് കടവല്ലൂർ കല്ലുംപുറം പുത്തൻപീടികയിൽ സൈനുൽ ആബിദിന്റെ ഭാര്യ 25 വയസ്സുള്ള സെബീനയെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. സ്ത്രീധന പീഡനം മൂലമാണ് മകൾ ആത്മഹത്യ ചെയ്തതെന്നും പണത്തിന്റെയും സ്വർണത്തിന്റെയും പേരിൽ ഭർത്തൃവീട്ടുകാർ മകളെ നിരന്തരം ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്നും സബീനയുടെ പിതാവ് കോഴിക്കര തിരുത്തുമ്പലാക്കൽ സലീമും മാതാവ് ആബിദയും പറഞ്ഞു. മരണത്തെ തുടർന്ന് ഭർത്താവ് ആബിദിനും ഭർത്തൃവീട്ടുകാർക്കുമെതിരെ സബീനയുടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. സംഭവം നടന്ന് 1.5 മാസം പിന്നിട്ടിട്ടും ഒളിവിൽ കഴിയുന്ന പ്രതികളെ പിടികൂടി ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ലെന്ന ആശങ്കയിലാണ് സബീനയുടെ കുടുംബം. സ്ത്രീധനം എന്ന സാമൂഹിക വിപത്തിനെ ഇല്ലായ്മ ചെയ്യാൻ കൃത്യമായ നടപടികൾ ഉണ്ടാവേണ്ടതുണ്ട്. നീതി നടപ്പിലാവാൻ ജാഗ്രതയും ശക്തമായ പ്രക്ഷോഭ പരിപാടികളും ആവശ്യമാണ്. വിമൺ ജസ്റ്റിസ് സംസ്ഥാന പ്രസിഡന്റ് VA ഫായിസയുടെ നേതൃത്വത്തിൽ സെക്രട്ടറി റുക്സാന ഇർഷാദ്, ഷഹർബാൻ, ഫൗസിയ, റഷീദ, ആരിഫ എന്നിവരാണ് സെബീനയുടെ കുടുംബത്തെ സന്ദർശിച്ചത്. സെബീനയുടെ മരണവാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ പോയിരുന്നു. ഇപ്പോൾ മാസങ്ങൾക്ക് ശേഷം അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയൊന്നുമില്ല എന്ന കുടുംബത്തിൻ്റെ പരാതി ലഭിച്ചപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീണ്ടും അവിടെ സന്ദർശനം നടത്തിയത്. അവിടെ 4 പെൺമക്കളുള്ള ഒരു കുടുംബം, പ്രവാസിയായ പിതാവും വളരെ നിസ്സഹായായ ഒരു മാതാവും. അവർ ഒരു 7 വർഷം അനുഭവിച്ച പീഡന കഥകളാണ് ഞങ്ങളോട് വിവരിച്ചത്. സെബീനയുടെ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ സെബീനയുടെ ഭർത്താവും അയാളുടെ കുടുംബവും ചേർന്ന് സെബീനയെ വളരെ കൊടിയ രൂപത്തിൽ പീഡനങ്ങൾ, സ്ത്രീധനത്തിൻ്റെ പേരിൽ പീഡനങ്ങളും നടത്തിയെന്നുള്ള കാര്യങ്ങളാണ് ഞങ്ങൾക്ക് അവിടെ നിന്നും വ്യക്തമായത്. ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ ഇത്തരം കേസുകളിൽ എന്താണ് ചെയ്യുന്നത് എന്ന്, ഇവിടെ കുറ്റവാളികളെ കൃത്യമായി കണ്ടെത്താനും നിയമം നടപ്പിലാക്കാനും മറ്റ് സ്വാധീനങ്ങൾക്ക് വശംവദരാകാതെ തന്നെ ഇത്തരം കേസുകളിൽ നിയമം കൃത്യമായി നടപ്പിലാക്കാൻ ഇവിടുത്തെ പോലീസും നിയമ സംവിധാനവും ഉണർന്നു പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ ഇനിയെങ്കിലും ഒരു പെൺകുട്ടിക്കും. CCTV ന്യൂസ് പെരുമ്പിലാവ്. മമ്മിയൂർ ദേവസ്വത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചികിത്സാ സഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഗുരുവായൂർ നഗരസഭാ പരിധിയിലുള്ള 20 നിർധനരായ രോഗികൾക്കാണ് സഹായം നൽകുന്നത്. അപേക്ഷാ ഫോറം സൗജന്യമായി ദേവസ്വം ഓഫീസിൽ നിന്നും ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷകൾ വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രം സഹിതം ഈ മാസം 24-ന് മുമ്പായി എക്സിക്യൂട്ടീവ് ഓഫീസർ മമ്മിയൂർ ദേവസ്വം, ഗുരുവായൂർ എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04872 55 54 25 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ടോയ് സ്റ്റോറി ക്രിയേഷൻസിന്റെ ബാനറിൽ പ്രശസ്ത പിന്നണി ഗായകൻ വിധു പ്രതാപ് ആലപിച്ച പ്രണയലേഖനം ആൽബം സോങ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. അച്ഛാ, അമ്മ മരിച്ചിട്ടിപ്പോ 5 കൊല്ലായില്ലേ. ഇനി അച്ഛനിങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണം. അച്ഛന് ഞങ്ങളുടെ കൂടെ അങ്ങോട്ട് വന്നൂടെ? എത്ര നാളായിട്ട് അച്ഛനോട് ഞാനിത് പറയുന്നതാ. നിരവധി ആൽബം വീഡിയോസും പരസ്യചിത്രങ്ങളും സംവിധാനം ചെയ്തിട്ടുള്ള TCV പ്രോഗ്രാം ഡയറക്ടർ കൂടിയായ സൂരജ് കൃഷ്ണയാണ് വീഡിയോ ആൽബത്തിന്റെ കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. പഴയകാല പ്രണയം പ്രമേയമാക്കിയ കഥയാണ് ഈ ഗാനത്തെ കൂടുതൽ ആകർഷകമാക്കിയത്. വഴികളിൽ
പ്രശസ്ത പിന്നണി ഗായകൻ വിധു പ്രതാപിന്റെ പ്രണയം തുളുമ്പുന്ന മനോഹരമായ ശബ്ദത്തിന്റെ ചിറകിലേറി പ്രണയലേഖനം എഴുതിയിരുന്ന കാലഘട്ടത്തിലേക്ക് ആസ്വാദക ഹൃദയങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് ഇതിവൃത്തം. മനസ്സിൽ നിറയവേ നീ പറന്നൊരു ശലഭമായി. ഗ്രാമാന്തരീക്ഷത്തിന്റെ മനോഹരമായ കാഴ്ചകളും മൺമറഞ്ഞ ഗൃഹാന്തരീക്ഷവും പ്രേക്ഷക മനസ്സിനെ സ്വാധീനിച്ചു. സൂര്യ ടിവിയിലെ അനിയത്തിപ്രാവ് സീരിയൽ താരങ്ങളായ ദേവപ്രസാദും മിഥില ജോബിയുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വിഷ്ണു വി കുറുപ്പിന്റെ പ്രണയാർദ്രമായ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അർജുൻ ബി നായരാണ്. കനവിനെ കണ്ണു ചിമ്മിയുണർത്തവേ പ്രണയമെന്നെൻ ജീവനിൽ നിൻ വസന്തം തീർക്കവേ. ടോയ് സ്റ്റോറി ക്രിയേഷൻസിന്റെ ബാനറിൽ അനീഷ് മാർക്കോസ്, വിഷ്ണു വി കുറുപ്പ്, എം എ റിയാസ് എന്നിവരാണ് നിർമ്മാണം. വിജേഷ് നാഥ് ഛായാഗ്രഹണവും മിൽജോ ജോണി ചിത്ര സംയോജനവും കൈകാര്യം ചെയ്തു. മുരളീധര വാര്യർ, ഹരികൃഷ്ണൻ ഷാരു, രഞ്ജിത്ത് രാജൻ, രമ്യ എസ് നായർ, ഗോപി ചായില്ലത്ത്, പൗർണമി അഖിൽ, ചന്ദന, ഉമാദേവി എന്നിവരും മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രണയലേഖനമെഴുതി ഞാൻ പ്രണയിനിക്കായി നൽകിടാം. ന്യൂസ് ഡെസ്ക് CCTV. തലക്കോട്ടുകര അസീസി ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ തൃശൂർ ജില്ലാ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കൈകോർത്തു. അതിദാരിദ്ര്യ കുടുംബങ്ങൾക്ക് ആജീവനാന്തം ഭക്ഷ്യവസ്തുക്കൾ നൽകുന്നതിനായി ജില്ലാ കളക്ടർ കൃഷ്ണതേജ രൂപീകരിച്ച പദ്ധതിക്കാണ് അസീസിയിലെ വിദ്യാർത്ഥികൾ തുടക്കം കുറിച്ചത്. 10 കുടുംബങ്ങളെ ഉൾപ്പെടുത്തിയ പദ്ധതി ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ സിസ്റ്റർ സെലിൻ ജോസഫ്, പ്രിൻസിപ്പാൾ സിസ്റ്റർ ഷാൻഡി ജോസഫ്, PTA പ്രസിഡന്റ് കൃഷ്ണകുമാർ, കോർഡിനേറ്റർമാരായ റോസ്മണി ടീച്ചർ, KT ജോഷി, വിദ്യാർത്ഥി പ്രതിനിധികൾ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. കാട്ടകമ്പാൽ പഞ്ചായത്തും തിരുവാതിര വാണ്യ സമിതിയും സംയുക്തമായി നടത്തുന്ന കാട്ടകമ്പാൽ തിരുവാതിര വാണ്യം ഡിസംബർ 24-25 ദിവസങ്ങളിൽ നടക്കും. വാണ്യത്തിന്റെ മുന്നോടിയായി 23-ന് നടക്കുന്ന ആർട്ട് കാമ്പാലിന്റെ ഭാഗമായി ലളിതകലാ അക്കാദമിയുമായി സഹകരിച്ച് ഡിസംബർ 23 ശനിയാഴ്ച രാവിലെ 9 മുതൽ വൈകിട്ട് 4 മണിവരെ ഏകദിന ചിത്രശില്പ പഠന ക്യാമ്പ് നടത്തും. 4ാം ക്ലാസ് മുതൽ +2 വരെയുള്ളവർക്ക് പങ്കെടുക്കാം. താൽപ്പര്യമുള്ളവർ അവർ വരച്ച ഒരു ചിത്രത്തിന്റെ ഫോട്ടോ 75 59 83 83 01 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് 95 44 28 50 49 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. വൈകിട്ട് 6-ന് കാട്ടകമ്പാൽ ചലച്ചിത്രമേളയുണ്ടാകും. ഡിസംബർ 24-ന് ആർട്ട് കാമ്പാലിന്റെ ഭാഗമായി രാവിലെ 9 മുതൽ കളറിംഗ്, പെൻസിൽ ഡ്രോയിംഗ്, കഥ, കവിതാരചന, പ്രസംഗം എന്നീ മത്സരങ്ങൾ നടക്കും. വൈകിട്ട് 5:30-ന് ഉദ്ഘാടന സമ്മേളനം, തുടർന്ന് വാണ്യവും കലാപരിപാടികളും ഉണ്ടാകും. ഡിസംബർ 25-ന് രാവിലെ മുതൽ വാണ്യം, നാടൻ കളികൾ, വൈകിട്ട് 6-ന് ചിറക്കൽ അങ്ങാടിയിൽ നിന്നും സാംസ്കാരിക ഘോഷയാത്ര, തിരുവാതിര, ചോഴിയും അപ്പൂപ്പനും വരവ്, തുടർന്ന് സമാപന സമ്മേളനവും കലാവിരുന്നും ഉണ്ടാകും. CCTV ന്യൂസ് പെരുമ്പിലാവ്. കാട്ടകമ്പാൽ അയ്യപ്പസേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ദേശവിളക്കും അന്നദാനവും തിങ്കളാഴ്ച നടക്കും. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ഗണപതി ഹോമത്തിനു ശേഷം വിളക്ക് പന്തലിലേക്ക് എഴുന്നള്ളിപ്പ്, തുടർന്ന് 11 മുതൽ പ്രത്യേകം തയ്യാറാക്കിയ ഊട്ടുപുരയിൽ അന്നദാനം എന്നിവ നടക്കും. വൈകിട്ട് 5:30-ന് ചിറയങ്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നും പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് ആരംഭിക്കും. മരത്തങ്കോട് ജ്യോതിപ്രകാശിന്റെ മകനും സംഘവും നടത്തുന്ന ഉടുക്കുപാട്ടോടെ നടക്കുന്ന പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിന് താലമേന്തിയ 100 കണക്കിന് മാളികപ്പുറങ്ങൾ, ഗജവീരന്മാർ, പഞ്ചവാദ്യം എന്നിവ അകമ്പടിയാകും. എഴുന്നള്ളിപ്പ് വിളക്കുപന്തലിൽ സമാപിച്ചതിനു ശേഷം അന്നദാനം, ഉടുക്കുപാട്ട്, പാൽക്കുടം എഴുന്നള്ളിപ്പ്, തിരിയൊഴിച്ചിൽ, കനലാട്ടം, വിട്ടുംതട എന്നിവയ്ക്ക് ശേഷം ഗുരുതി തർപ്പണത്തോടെ ദേശവിളക്കിന് സമാപനമാകും. കാട്ടകമ്പാൽ ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന ദേശവിളക്ക് ആഘോഷത്തിന് അയ്യപ്പസേവാ സമിതി ഭാരവാഹികൾ നേതൃത്വം നൽകും. തൃശൂർ ജില്ലയിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്രയ്ക്ക് പുന്നയൂർക്കുളം പഞ്ചായത്തിൽ ആൽത്തറയിൽ സ്വീകരണം നൽകി. ആൽത്തറ തടാകം ടൗൺഷിപ്പിൽ നടത്തിയ യാത്രയുടെ ഉദ്ഘാടനം പുന്നയൂർക്കുളം പഞ്ചായത്ത് 16-ാം വാർഡ് മെമ്പർ ഗോകുൽ അശോകൻ നിർവഹിച്ചു. നമ്മൾ ജനങ്ങൾ ഏതൊരു രാഷ്ട്രീയ പാർട്ടി ആയാലും
ജനങ്ങളാൽ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അത് എല്ലാ ജനങ്ങളെയും ഒരുപോലെ കണ്ട് അതിൽ രാഷ്ട്രീയമില്ലാതെ, മതമില്ലാതെ, ജാതിയില്ലാതെ എല്ലാവരുടെയും ക്ഷേമത്തിനായി ഒരുപോലെ പ്രവർത്തിക്കണം എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് നമ്മൾ ഒരു ചുമതലയിൽ ഏറ്റെടുക്കുമ്പോൾ അതും ഏറ്റെടുത്തുകൊണ്ട് വെറും രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഇത്രയേറെ പദ്ധതികൾ പ്രധാനമന്ത്രി നമ്മുടെ ജനങ്ങൾക്കായിട്ട് ചെയ്തിട്ടും അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വേദിയിൽ ഉദ്ഘാടനം ചെയ്യുന്നതിനായി വരണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ അതും രാഷ്ട്രീയപരമായിട്ടല്ല, അത് നമ്മുടെ ഓരോ ബാങ്ക് ഉദ്യോഗസ്ഥരും മറ്റ് എല്ലാ ബാങ്കിൻ്റെ ഓരോ ഉദ്യോഗസ്ഥരും കൂടിയിട്ടാണ് ക്ഷണിച്ചിട്ട് പോലും അത് ഒരു തിത്തൂരമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് എൻ്റെ ഈ വേദിയിൽ നിന്ന് ഞാൻ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. അത് ജനങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ ഫണ്ടുകൾ കൈക്കലാക്കി വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയ പഞ്ചായത്തിന് അത് ജനസമക്ഷം തുറന്നു പറയുന്നത് മടിയായതിന്റെ പേരിലാണ് ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിട്ടും പഞ്ചായത്ത് പ്രസിഡന്റ് എത്താതിരുന്നത് എന്ന് ഗോകുൽ അശോകൻ പറഞ്ഞു. വിവിധ കേന്ദ്ര പദ്ധതികളിലെ അംഗമായി വിജയകരമായ സംരംഭങ്ങൾ നടത്തുന്ന ഗുണഭോക്താക്കളെ ചടങ്ങിൽ ആദരിച്ചു. ഗുണഭോക്താക്കൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ പേര് ചേർക്കുന്നതിനുള്ള സൌകര്യം, കലാപരിപാടികൾ എന്നിവയും ഒരുക്കിയിരുന്നു. ബാങ്ക് ഓഫ് ബറോഡ ബ്രാഞ്ച് മാനേജർ MB ബിനു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തൃശൂർ ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം ഡയറക്ടർ കൃഷ്ണമോഹൻ, ലീഡ് ബാങ്ക് പ്രതിനിധി പ്രവീൺ കുമാർ, ചാവക്കാട് BLBC കൺവീനർ PM ബിനു, കൃഷി വിജ്ഞാന കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അനീന, ഫാക്ട് പ്രതിനിധി മഞ്ജു, FCI മാനേജർ സജിത് കുമാർ, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധി രാജേഷ് എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ് പുന്നയൂർകുളം. ചാവക്കാട് മർച്ചന്റ്സ് അസോസിയേഷന്റെ നവീകരിച്ച വ്യാപാര ഭവൻ ഉദ്ഘാടനം ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വ്യാപാര ഭവനിൽ നടക്കുന്ന പൊതുയോഗം വ്യാപാര വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്യും. ഓഫീസ് ഉദ്ഘാടനം NK അക്ബർ MLA നിർവഹിക്കും. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് അധ്യക്ഷത വഹിക്കും. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ എക്സിക്യൂട്ടീവ് ഹാളിന്റെ ഉദ്ഘാടനവും ട്രഷറർ ജോയ് മുത്തടൻ SSLC+2 പുരസ്കാര വിതരണവും നിർവഹിക്കും. ചടങ്ങിൽ മരണാനന്തര സഹായ വിതരണം ഉണ്ടാകും. വാർത്താസമ്മേളനത്തിൽ ചാവക്കാട് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ്, ജനറൽ സെക്രട്ടറി ജോജി തോമസ്, സെക്രട്ടറിമാരായ PS അക്ബർ, PM അബ്ദുൽ ജാഫർ എന്നിവർ പങ്കെടുത്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കുന്നംകുളം മേഖലയുടെ നേതൃത്വത്തിൽ ഗ്രാമശാസ്ത്ര ജാഥ സംഘടിപ്പിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന ഗ്രാമശാസ്ത്ര ജാഥയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ജാഥ ക്യാപ്റ്റനായ മേഖലാ പ്രസിഡന്റ് A ജയകൃഷ്ണന് പതാക കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. 2ാം ദിവസമായ ശനിയാഴ്ച ചൂണ്ടൽ സെന്ററിൽ നിന്നാണ് ഗ്രാമശാസ്ത്ര ജാഥയുടെ പ്രയാണം ആരംഭിച്ചത്. പാറപ്പുറം സെന്റർ, ആളൂർ വായനശാല, മറ്റം സെന്റർ, കൂനമുച്ചി, കണ്ടാണശ്ശേരി വായനശാല തുടങ്ങി 10ഓളം കേന്ദ്രങ്ങളിൽ ജാഥ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി. സ്വീകരണ കേന്ദ്രങ്ങളിൽ പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗം V മനോജ് കുമാർ പദയാത്ര സംബന്ധിച്ച വിശദീകരണം നടത്തി. വിവിധ കേന്ദ്രങ്ങളിൽ ഇന്ത്യ എന്ന ലഘുനാടകത്തിന്റെ അവതരണവും നടന്നു. കഴിഞ്ഞ സംസ്ഥാന പദയാത്രയിലെ ഷീ ആർക്കേവ് എന്ന ലഘുനാടകം അവതരിപ്പിച്ച അഖിലേഷ് തയ്യൂർ, സ്മിയ എന്നിവരും പ്രസാദ് പുതുശ്ശേരി, ആദിത്യൻ, ദയ എന്നിവർ രംഗത്തെത്തിയ നാടകം സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ നേർക്കാഴ്ചയാണ് അവതരിപ്പിച്ചത്. സംഘപരിവാർ ശക്തികൾ രാജ്യത്തെ ഭരണഘടനയെ മറികടന്ന് ഹിന്ദുത്വ അജണ്ട അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന വർത്തമാനകാല രാഷ്ട്രീയത്തിനെതിരെയുള്ള മതനിരപേക്ഷ ശക്തികളുടെ ചെറുത്തുനിൽപ്പാണ് നാടകത്തിന്റെ ഇതിവൃത്തം. മേഖലാ സെക്രട്ടറി DA പ്രേമരാജൻ, കൺവീനർ സുധീപ് അച്യുതൻ, PK രാജൻ മാസ്റ്റർ, ലാർസൺ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് കേച്ചേരി. സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി, സെന്റ് മേരീസ് കോൺഫറൻസ് എന്നീ ഭക്ത സംഘടനകളുടെ എരനെല്ലൂർ യൂണിറ്റ് സുവർണ ജൂബിലി സമാപനവും സമാപനത്തോടനുബന്ധിച്ച് നിർമ്മിച്ച 4 ഭവനങ്ങളുടെ താക്കോൽദാനവും ഞായറാഴ്ച നടക്കും. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ഫാദർ ജിക്സൺ താഴത്ത് കാർമ്മികനായി ഭവനങ്ങളുടെ ആശീർവാദം നടക്കും. സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഇടവകയിലെ 4 കുടുംബങ്ങൾക്കാണ് ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുന്നത്. കോൺഫറൻസ് ട്രഷറർ TC ഫ്രാൻസിസ് പതാക ഉയർത്തുന്നതോടെ ജൂബിലി സമാപന ചടങ്ങിന് തുടക്കമാകും. എരനെല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിൻ ദേവാലയം വികാരി ഫാദർ ആൻഡോ കാഞ്ഞിരത്തിങ്കൽ 4 ഭവനങ്ങളുടെ താക്കോൽദാനവും ജൂബിലി സമാപനത്തിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും. കോൺഫറൻസ് പ്രസിഡന്റ് സജി ചിറമൽ അധ്യക്ഷനായി. സെക്രട്ടറി PC ടോമി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. സെന്റർ കൌൺസിൽ പ്രസിഡന്റ് ജോസ് K മഞ്ഞളി മുഖ്യപ്രഭാഷണവും ഫാദർ ജിക്സൺ താഴത്ത് അനുഗ്രഹ പ്രഭാഷണവും നടത്തും. കൈക്കാരന്മാർ, വനിതാ സംഘടനാ ഭാരവാഹികൾ, മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. തുടർന്ന് സ്നേഹവിരുന്നോടെ ചടങ്ങുകൾ സമാപിക്കും. കർഷകരെ ആത്മഹത്യാ മുനമ്പിൽ നിർത്തുകയും പാവപ്പെട്ടവർക്ക് പെൻഷൻ നിഷേധിക്കുകയും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാത്ത കേരള സർക്കാർ സംസ്ഥാനത്തിന് ബാധ്യതയാണെന്ന് CMP ജനറൽ സെക്രട്ടറി CP ജോൺ. 11ാമത് പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി കുന്നംകുളം KR ഗ്രാൻഡ് റീജൻസിയിൽ സജ്ജമാക്കിയ സുലൈഖ സിദ്ദിഖ് നഗറിൽ നടന്ന CMP തൃശൂർ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
CMDയെ തകർക്കാൻ പുറത്തുനിന്നും അകത്തുനിന്നും ആളുകൾ വലിയ തോതിൽ പരിശ്രമിച്ചു എങ്കിൽ പോലും നമ്മുടെ ആത്മാർത്ഥതയും സത്യസന്ധതയുമുള്ള സാധാരണക്കാരും തൊഴിലാളികളും ഇടത്തരക്കാരുമായി സ്വന്തം അധ്വാനിച്ച് ജീവിക്കുന്ന എത്രയോ ആയിരം കുടുംബങ്ങൾ അവർ ഈ പാർട്ടിയുടെ പതാകയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിൽ തല ഉയർത്തിക്കൊണ്ട് അഭിമാനത്തോടുകൂടി ചെങ്കൊടി ഉയർത്തിക്കൊണ്ട് നിൽക്കുന്നു. അതിന്റെ ഏറ്റവും വലിയ വിജയകരമായ ഈ പാർട്ടി സമ്മേളനം. കരുവന്നൂരിൽ തട്ടിച്ച കോടികൾ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ അക്കൗണ്ടിലേക്കാണ് പോയതെന്ന് ED കണ്ടെത്തിയ സാഹചര്യത്തിൽ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും CPMഉം BJPയും എലിയും പൂച്ചയും കളിക്കുകയാണെന്നും തട്ടിപ്പ് നടത്തിയ CPMന്റെ വമ്പൻ സ്രാവുകൾ ഇപ്പോഴും വലയ്ക്ക് പുറത്താണെന്നും CP ജോൺ കൂട്ടിച്ചേർത്തു. സംസ്ഥാന സെക്രട്ടറി PRN നമ്പീശൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം നിസാർ, KSYF സംസ്ഥാന സെക്രട്ടറി സുധീഷ് കടന്നപ്പള്ളി, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം EP കമറുദ്ദീൻ, ഇടുക്കി ജില്ലാ സെക്രട്ടറി KA കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം സെന്ററിൽ പ്രത്യേകം തയ്യാറാക്കിയ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും പതാക ഉയർത്തലും നടത്തിയതിനു ശേഷമാണ് സമ്മേളന നടപടികൾ ആരംഭിച്ചത്. ജില്ലാ സെക്രട്ടറി ജയ്സിംഗ് കൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വികാസ് ചക്രപാണി, തോമസ് മാസ്റ്റർ, മിനി രമേശ്, ജോസ് മാറോക്കി എന്നിവരടങ്ങിയ പ്രസീഡിയം സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു. സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾ കിട്ടാനില്ലാത്ത അവസ്ഥയും നെൽകർഷകരുടെ കുടിശ്ശിക പ്രശ്നം തുടങ്ങിയ വിഷയങ്ങൾ പരിഹരിക്കണമെന്ന് പ്രമേയങ്ങളിലൂടെ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. VG അനിൽ സ്വാഗതവും മിനി രമേശ് നന്ദിയും പറഞ്ഞു. ജില്ലാ സെക്രട്ടറിയായി ജയ്സിംഗ് കൃഷ്ണനെ വീണ്ടും സമ്മേളനം തെരഞ്ഞെടുത്തു. ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായി വികാസ് ചക്രപാണി, തോമസ് മാസ്റ്റർ PJ, മിനി രമേശ്, VG അനിൽ, സുധേഷ് കുമാർ എന്നിവരെ തെരഞ്ഞെടുത്തു. CCTV ന്യൂസ് കുന്നംകുളം. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പെങ്ങാമുക്ക് യൂണിറ്റ് കൺവെൻഷൻ നടത്തി. പഴഞ്ഞി പാലക്കൽ ഓഡിറ്റോറിയത്തിൽ നടത്തിയ കൺവെൻഷൻ AKTA ജില്ലാ കമ്മിറ്റി മെമ്പർ അമ്മിണി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഷീല ജോയ് അധ്യക്ഷയായി. യൂണിറ്റ് സെക്രട്ടറി മിനി മോഹൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ചന്ദ്രിക ശിവദാസൻ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി എസ്തോർ ജില്ലാ കമ്മിറ്റി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഹേമാവതി സ്വാഗതവും രാജി സ്റ്റാൻലി നന്ദിയും പറഞ്ഞു. പ്രസിഡന്റ് ഷീല PP, സെക്രട്ടറി മിനി മോഹൻ, ട്രഷറർ ചന്ദ്രിക ശിവദാസൻ എന്നിവർ നേതൃത്വം നൽകി. കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന ക്യാമ്പിന്റെ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു. ഡിസംബർ 26 മുതൽ ജനുവരി 1 വരെയുള്ള ദിവസങ്ങളിലായി കൊരട്ടിക്കര ഗവൺമെന്റ് സ്കൂളിലാണ് ക്യാമ്പ് നടക്കുന്നത്. കൊരട്ടിക്കര സ്കൂളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് KE സുധീർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മ വേണുഗോപാൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിശ്വംഭരൻ, പ്രിൻസിപ്പൽ വൃന്ദ, പ്രധാനാധ്യാപിക ഷെർലി, സ്കൂൾ പ്രധാനാധ്യാപിക ദീപ, PTA പ്രസിഡന്റ് അരുൺ, OSA പ്രസിഡന്റ് അച്യുതൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനായാണ് സംഘാടക സമിതി രൂപീകരിച്ചത്. എരുമപ്പെട്ടി നാട്ടുകൂട്ടം കലാസമിതിയുടെ നേതൃത്വത്തിൽ ഡിസംബർ 22-ാം തീയതി വൈകിട്ട് 5 മണിക്ക് കാവിലെ പാട്ടുമത്സരം എന്ന പേരിൽ എരുമപ്പെട്ടി യുണൈറ്റഡ് ടർഫിൽ സംഘടിപ്പിക്കുന്ന കരോക്കെ പാട്ടുമത്സരത്തിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ 95 44 32 89 65 94 46 26 43 62 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. പുന്നയൂർ അവിയൂരിൽ 8ാമത് മജ്ലിസുന്നൂർ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മജ്ലിസുന്നൂർ സദസ്സും വിജ്ഞാന സദസ്സും സംഘടിപ്പിച്ചു. അവിയൂർ സയ്യിദ് ദാൽ നഗറിൽ 2 ദിവസങ്ങളിലായാണ് മജ്ലിസുന്നൂർ 8ാം വാർഷികാഘോഷം നടത്തിയത്. 14 വൈകിട്ട് സമസ്ത കേരള മുശാവറംഗം PT കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് മഹദി ഇമാമിന്റെ വരവ് എന്ന വിഷയത്തെ ആസ്പദമാക്കി അൽ ഹാഫിൽ അഹമ്മദ് കബീർ ബാഖവി കാഞ്ഞാർ പ്രഭാഷണം നടത്തി. 15 വൈകിട്ട് നിസാർ അഹ്സനി കരിങ്ങനാട് ഉദ്ഘാടനം ചെയ്ത വേദിയിൽ ആത്മീയത കളമൊഴിയുമ്പോൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഹാരിസ് ഫൈസി കരിങ്കല്ലത്താണി മുഖ്യ പ്രഭാഷണം നടത്തി. അവിയൂർ മഹല്ല് ഖത്തീബ് ഹസൻ ഫൈസി അകലാടിന്റെ നേതൃത്വത്തിൽ മജ്ലിസുന്നൂർ സദസ്സും ഉണ്ടായിരുന്നു. അൽഹാജ് ഉമർ അൻവരി ദുവാ സമ്മേളനത്തിന് നേതൃത്വം നൽകി. ഭാരവാഹികളായ പ്രസിഡന്റ് മുഹമ്മദ് മോൻ, സെക്രട്ടറി മൊയ്തുണ്ണി, ട്രഷറർ റാഫി, മറ്റു ഭാരവാഹികളായ കബീർ, സലീം, റൌഫ് അലി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ നഗരസഭ കദളിവനം പദ്ധതിയുടെ 2ാം ഘട്ട കദളിവാഴ കൃഷിക്ക് തുടക്കമായി. വാർഷിക പദ്ധതിയിൽ 4 ലക്ഷം രൂപ ചെലവിട്ട് 35 സ്ഥലങ്ങളിലായി 300 കദളിവാഴ തൈകളാണ് കൃഷി ചെയ്യുന്നത്. ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിപണി സാധ്യത കണക്കിലെടുത്ത് കഴിഞ്ഞ വർഷം പരീക്ഷണ അടിസ്ഥാനത്തിലാണ് പദ്ധതി തുടങ്ങിയത്. പ്രതീക്ഷിച്ചതിലധികം വിളവും കർഷകരിൽ നിന്നുള്ള പിന്തുണയിൽ നിന്നും ലഭിച്ച ആത്മവിശ്വാസവുമാണ് പദ്ധതി തുടരുവാൻ നഗരസഭയെ പ്രേരിപ്പിച്ചത്. നഗരസഭ തല നടീൽ ഉത്സവം ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ
അനീഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ AM ഷഫീർ, ശൈലജ സുധൻ, ബിന്ദു അജിത് കുമാർ, കൗൺസിലർമാരായ നിഷി പുഷ്പരാജ്, ബിബിത മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന ഫിഷറീസ് വകുപ്പും പുനേറു പഞ്ചായത്തും സംയുക്തമായി മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. ജനകീയാസൂത്രണം 2023-24 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ലാപ്ടോപ്പ് വിതരണ ഫണ്ട് വകയിരുത്തിയത്. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടത്തിയ ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ ലാപ്ടോപ്പുകളുടെ വിതരണോദ്ഘാടനം നടത്തി. ഗീതമോൾ വിശദീകരണം നടത്തി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA വിജയൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ അസീസ് മദലാങ്ങുന്ന്, മുജീബ് റഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിലെ ദേശവിളക്ക് ഭക്തിസാന്ദ്രമായി. ഗുരുവായൂർ അയ്യപ്പ ഭജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സത്യമുദ്ര നിറയ്ക്കൽ ചടങ്ങോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് മഹാഗണപതി ഹോമം, കേളി, അഷ്ടപതി എന്നിവ നടന്നു. വിളക്ക് പന്തലിലേക്ക് അയ്യപ്പ വിഗ്രഹവുമായി ഉടുക്കുപാട്ടിന്റെ അകമ്പടിയിൽ ഉച്ചപ്പാട്ട് എഴുന്നള്ളിച്ചു. താലപ്പൊലിയുടെയും ഉടുക്കുപാട്ടിന്റെയും വാദ്യ താളമേളങ്ങളോടെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് നടന്നു. വാദ്യപ്രവീൺ ഗുരുവായൂർ ജയപ്രകാശിന്റെയും ജ്യോതിദാസ് ഗുരുവായൂരിന്റെയും നേതൃത്വത്തിൽ മേളം അകമ്പടിയായി. പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ്, ആഴിയിൽ നൃത്തം, വെട്ടുംതട എന്നിവയോടെ വിളക്കിന് സമാപനമായി. അന്നദാനത്തിൽ ആയിരങ്ങൾ പങ്കാളികളായി. വിളക്കാചാര്യൻ മച്ചാട് സുബ്രഹ്മണ്യനും സംഘവുമാണ് ദേശവിളക്കിന് സാരഥ്യം വഹിച്ചത്. മഠത്തിൽ രാധാകൃഷ്ണൻ നായർ, പാനൂർ ദിവാകരൻ, E രാജു, ബാലൻ വാറനാട്ട്, ശിവൻ കണിച്ചാടത്ത്, പ്രഭാകരൻ മണ്ണൂർ, P ഹരിനാരായണൻ, ശശി അകമ്പടി, ഹരി കൂടത്തിങ്കൽ, ദിനു കോഴിക്കുളങ്ങര തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്രിസ്മസിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ തിരുപ്പിറവിയെ വരവേൽക്കാൻ വിപണിയിൽ മിന്നിത്തിളങ്ങി നക്ഷത്രങ്ങൾ. വിവിധ നിറത്തിലും രൂപത്തിലും കൗതുകമുളവാക്കുന്ന നക്ഷത്രങ്ങളാണ് വിപണി കീഴടക്കിയിരിക്കുന്നത്. പൊതുവെ കച്ചവടം കുറവാണെങ്കിലും വരും ദിവസങ്ങളിൽ ക്രിസ്മസ് വിപണി സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ. വിവിധ വർണ്ണത്തിലും വിലയിലും നിരവധി നക്ഷത്രങ്ങളാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. 200 രൂപ മുതൽ 2000 രൂപ വരെയുള്ള LED നക്ഷത്രങ്ങൾ വിപണിയിൽ സുലഭമാണ്. പ്രകാശം വിതറുന്ന വിവിധ വലിപ്പത്തിലുള്ള സാന്താക്ലോസുകളാണ് ഇത്തവണ താരം. വർണ്ണ പേപ്പർ കൊണ്ടുള്ള നക്ഷത്രങ്ങൾ, ഗിൽഡ് പേപ്പർ നക്ഷത്രങ്ങൾ, വിവിധ തരം പുൽക്കൂടുകൾ, തിരുജനനം വിളിച്ചോതുന്ന ക്രിപ്സെറ്റ്, സാന്റാക്ലോസ് വസ്ത്രങ്ങൾ, തൊപ്പികൾ, വിവിധ വലിപ്പത്തിലുള്ള ക്രിസ്മസ് ട്രീകൾ, കരോൾ സംഘങ്ങൾക്കുള്ള നാസിക് ഡോളുകൾ, തൊപ്പികൾ എന്നിവ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. പച്ച നിറത്തിലുള്ള ഗിൽഡ് മാലകൾക്കാണ് വലിയ ഡിമാൻഡുള്ളത്. LED മാലബൾബുകളുടെ വിവിധതരം മോഡലുകളും സുലഭമായി കടകളിലുണ്ട്. നിയോൺ ലൈറ്റ് ഘടിപ്പിച്ച വലിയ നക്ഷത്രങ്ങൾ, BTS പിക്സൽ നക്ഷത്രങ്ങളും ഇത്തവണത്തെ പ്രത്യേകതയാണ്. ക്രിസ്മസിനെ വരവേൽക്കാൻ നഗരഗ്രാമങ്ങൾ തിരക്ക് കൂട്ടുമ്പോഴും 2 വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ കച്ചവടം വളരെ മന്ദഗതിയിലാണെന്ന് 10 വർഷമായി കേരളത്തിലെത്തി തൃശൂർ കുന്നംകുളം നഗരത്തിൽ ക്രിസ്മസ് കച്ചവടം നടത്തുന്ന ഹോൾസെയിൽ വ്യാപാരി രാജസ്ഥാൻ സ്വദേശി സുരേഷ് പട്ടേൽ പറഞ്ഞു. അത്ര LED മൂവിംഗ് ഇല്ല, പേപ്പർ സ്റ്റാർ മൂവിംഗ് ആണ്. ഇപ്പോൾ LED ഭയങ്കര ഡൗൺ ആണ്. 3 വർഷമായിട്ട് ഈ ഫുള്ള് കച്ചവടം മൊത്തം കസ്റ്റമർ ഫുള്ള് പറഞ്ഞ കച്ചവടം കമ്മി ഫുൾ കമ്മിയാണ്. 10-20 പീസ് സ്റ്റാർ കൊണ്ടുപോകണ ആൾക്കാർ 5 സ്റ്റാർ 2 സ്റ്റാർ മാത്രമേ കൊണ്ടുപോകണുള്ളൂ. ഇക്കൊല്ലം ഭയങ്കര കച്ചവടം ഭയങ്കര കച്ചവടം മോശമാണ്. പുതിയ സ്റ്റാർ ഇതിൻ്റെ നിയോണിൽ ഇപ്പോൾ നല്ല ട്രെൻഡാണ്. നിയോൺ പുതിയ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ക്രിസ്മസ് കപ്പാണ്ട് എല്ലാം LED ഉണ്ട്, മാലബിക്കുണ്ട്. പിന്നെ BTS സ്റ്റാർ. ക്രിസ്മസിനായി LED നക്ഷത്രങ്ങൾ, ബൾബുകൾ തുടങ്ങി എല്ലാം വലിയ സ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ടെങ്കിലും കച്ചവടം മന്ദഗതിയിലാണ്. റീറ്റെയിൽ വിപണി വരും ദിവസങ്ങളിൽ സജീവമായാലാണ് മൊത്തക്കച്ചവടവും ഉഷാറാകൂ എന്ന് വ്യാപാരി പറയുന്നു. ക്രിസ്മസ് ദിനവും പുതുവത്സരവും അടുക്കുന്നതോടെ കേക്ക് വിപണിയിൽ ആവശ്യക്കാർ കൂടുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ചാലിശ്ശേരി ഗത്സമൻ വുമൺ പ്രയർ ഫെലോഷിപ്പ് 12ാം വാർഷികം സമാപിച്ചു. ഗത്സമൻ പ്രയർ ഹാളിൽ നടന്ന വുമൺ പ്രയർ ഫെലോഷിപ്പ് ആരാധനയ്ക്ക് സിസ്റ്റർ ഉഷ ജയരാജ് നേതൃത്വം നൽകി. സുവിശേഷകനായ ബിനു ജോസഫ് വടശ്ശേരിക്കര വചന സന്ദേശം നൽകി. വാർഷികത്തിന്റെ ഭാഗമായി വനിതാംഗങ്ങൾ ഗാനങ്ങൾ ആലപിച്ചു. ശലോമി, മീന ടീച്ചർ എന്നിവർ സംസാരിച്ചു. വാർഷിക പരിപാടികൾക്ക് കുഞ്ഞാമ്മ ടീച്ചർ, LC തമ്പി, ജെസി ജോർജ്, ഓമന, ഷീജ, റിനി, ലില്ലി, ഡെയ്സി, നൈസി, ജീൻസി എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം ചോവന്നൂർ ശ്രീ കല്ലഴി വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന ഉത്സവാഘോഷം ശനിയാഴ്ച ആറാട്ടോടെ സമാപിച്ചു.
രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും തുടർന്ന് പള്ളിക്കുറുപ്പ് ഉണർത്തൽ ചടങ്ങും ഉണ്ടായിരുന്നു. ശിവേലിക്ക് ശേഷം 9 മണിക്ക് ഭഗവാനെ ആറാട്ടിനായി കലശമല ചിറയിലേക്ക് എഴുന്നള്ളിച്ചു. കല്ലഴി ക്ഷേത്രത്തിൽ നിന്നും നിരവധി ഭക്തജനങ്ങൾ അകമ്പടി സേവിച്ചു. കലശമല ചിറയിലെ കുളത്തിൽ ആറാട്ടിന് ശേഷം ഉച്ചപൂജയും നടന്നു. ശേഷം പഞ്ചവാദ്യത്തോടെ കല്ലഴിയിലേക്ക് തിരിച്ചെഴുന്നള്ളിച്ചു. വഴിനീളെ ഭക്തജനങ്ങൾ നിറപറയും നിലവിളക്കും വെച്ച് സ്വീകരിച്ചു. 4 മണിക്ക് സഭാമഠം തൃക്കണ്ടത്ത് ഭഗവതി ക്ഷേത്രത്തിലെത്തി തിടമ്പിറക്കി പൂജയും നടത്തി. 7 മണിയോടെ ആറാട്ട് എഴുന്നള്ളിപ്പ് കല്ലഴി ക്ഷേത്രത്തിൽ തിരിച്ചെത്തി നടക്കൽപ്പറ സ്വീകരിച്ച് 11 പ്രദക്ഷിണം പൂർത്തിയാക്കിയ ശേഷം കൊടിയിറക്കിയതോടെ ഉത്സവം സമാപിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കക്കാട് വാസുദേവൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി രാജീവ് നമ്പൂതിരി തുടങ്ങിയവർ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് കെ ആനന്ദൻ, കെ രമേശ്, പരമു നായർ, മോഹനൻ നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, കുന്നംകുളം. തണലറ്റവർക്ക് തുണയാവുക എന്ന പ്രമേയത്തിൽ SYS വടക്കേക്കാട് സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കേക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ രോഗികൾക്കും ആശ്രിതർക്കും ആരോഗ്യ പ്രവർത്തകർക്കും ചായ വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് നബീൽ NMK ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കാട് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം SK ഖാലിദ് പനങ്ങാവിൽ, പ്രാഥമികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ നീത, ഹെൽത്ത് ഇൻസ്പെക്ടർ അൻവർ, കേരള മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ഉമ്മർ ഹാജി എന്നിവർ സംസാരിച്ചു. ഖലീൽ അവിയൂർ, റാഫി അകലാട്, സാദിഖ് അലി ഫാളിലി കല്ലൂർ, അൻവർ വടക്കേക്കാട്, അബ്ദുറസാഖ് ചമ്മന്നൂർ, തൗഫീഖ് പുന്നീർകുളം, അലി നൈമി, ജബ്ബാർ ജൗഹരി തുടങ്ങിയവർ വിതരണത്തിന് നേതൃത്വം നൽകി. SYS വടക്കേക്കാട് പ്രസിഡന്റ് ഉവൈസ് സഖാഫി അധ്യക്ഷത വഹിച്ചു. ഹുസൈൻ കൊച്ചനൂർ സ്വാഗതവും ഷെഫീഖ് സഖാഫി ഉപ്പുങ്ങൽ നന്ദിയും പറഞ്ഞു. എല്ലാ വെള്ളിയാഴ്ചയും വടക്കേക്കാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ രാവിലെ 10 മണിക്ക് സൗജന്യമായ ചായ വിതരണം നടക്കുമെന്നും ഘട്ടം ഘട്ടങ്ങളായി മുഴുവൻ ദിവസവും വിതരണം ചെയ്യുന്ന തരത്തിൽ കൊണ്ടുവരുമെന്നും സോൺ ഭാരവാഹികൾ അറിയിച്ചു. കുട്ടഞ്ചേരി തുമ്പിൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചുറ്റമ്പലത്തിന്റെ കട്ടിളവെപ്പ് നടന്നു. ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് സുന്ദരൻ മാനമ്പുള്ളി, സെക്രട്ടറി മനോജ് വലിയ വളപ്പിൽ, ട്രഷറർ ഉണ്ണിക്കുട്ടൻ കാങ്കലാത്ത്, ദേവസ്വം ഓഫീസർ ഹരികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ക്ഷേത്ര ഭരണാധികാരികൾ അനുമതി നിഷേധിച്ച അയ്യപ്പൻ വിളക്ക് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് ഭക്തി പുരസ്സരം നടത്തി. വർഷങ്ങളായി തൃക്കണമുക്ക് മഹാദേവ ക്ഷേത്രത്തിന്റെ പരിസരത്ത് നടത്തിയിരുന്ന ദേശവിളക്കും അന്നദാനവുമാണ് ക്ഷേത്ര ഭരണാധികാരികൾ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് ഈ വർഷം കച്ചേരിപ്പടി സെന്ററിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് വെച്ച് നടത്തിയത്. ചിറമനങ്ങാട് വാസുണ്ണി ഗുരുസ്വാമി വിളക്ക് പാർട്ടിയുടെ അകമ്പടിയോടെ വൈകിട്ട് 6 മണിക്ക് മൂന്നാംകല്ല് ശ്രീ പത്മനാഭപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നാരംഭിച്ച പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് രാത്രി കച്ചേരിപ്പടി വിളക്ക് പന്തലിൽ എത്തിച്ചേർന്നു. പാൽക്കുടം എഴുന്നള്ളിപ്പ്, തിരിയുഴിച്ചിൽ, കനലാട്ടം, വെട്ടുംതട, ഗുരുതി തർപ്പണം എന്നിവ ഉണ്ടായി. ദേശക്കാർ രേഖാമൂലം അനുമതി ചോദിച്ചപ്പോൾ ക്ഷേത്രം ഭരണാധികാരികൾ മുൻവർഷത്തിലെ നടത്തിപ്പിനെതിരെ ഒരാൾ പരാതി നൽകിയിട്ടുണ്ടെന്ന ന്യായങ്ങൾ പറഞ്ഞൊഴിയുകയും രേഖാമൂലം മറുപടി നൽകാൻ തയ്യാറാകാതെ അനുമതി നിഷേധിക്കുകയായിരുന്നുവെന്ന് വിളക്ക് നടത്തിപ്പുകാർ പറഞ്ഞു. തുടർന്നാണ് കച്ചേരിപ്പടി സെന്ററിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് വെച്ച് വിളക്ക് നടത്തിയത്. രാത്രി അന്നദാനമുണ്ടായിരുന്നു. CCTV ന്യൂസ്, പുന്നീർകുളം. വെള്ളർക്കാട് സർവീസ് സഹകരണ ബാങ്ക് അംഗങ്ങൾക്കുള്ള ലാഭവിഹിത വിതരണവും സഹകാരി സംഗമവും പ്രശസ്ത ഗാനരചയിതാവ് BK ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് CM അബ്ദുൽ നാസർ അധ്യക്ഷനായി. കലാകായിക പ്രതിഭകളെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. ബാങ്ക് സെക്രട്ടറി PS പ്രസാദ്, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KK മണി, ലളിത ഗോപി, വാർഡ് മെമ്പർ മൈമുന ഷെബീർ, ബാങ്ക് മുൻ പ്രസിഡന്റ് T അരവിന്ദാക്ഷൻ, ഡയറക്ടർ ശങ്കരനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇപ്പോഴും നമ്മൾ ഏതൊക്കെ പ്രതികൂല സാഹചര്യത്തിലും നമുക്ക് സഹകരണ മേഖലയോട് ഓരോ നാട്ടിലെയും അടിസ്ഥാന ജനങ്ങൾക്ക് ഒരു വിശ്വാസവും ഇഷ്ടവും ഒക്കെ ഉണ്ട്. അത് തന്നെയാണ് ഇത്രയും ആളുകൾ ഇവിടെ ഈ സർവീസ് സഹകരണ ബാങ്കിലേക്ക് എത്തിയതിൻ്റെ കാര്യം എന്നെനിക്ക് തോന്നുന്നു. പുന്നൂർക്കുളം പഞ്ചായത്ത് 6ാം വാർഡ് ഗ്രാമസഭയും ക്യാൻ തൃശൂർ കുടുംബശ്രീ ശില്പശാലയും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. അൻസാർ കോളേജിൽ നടത്തിയ ചടങ്ങ് വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ EK നിഷാർ ഉദ്ഘാടനം ചെയ്തു. 65ാമത് കേരള സ്റ്റേറ്റ് സ്കൂൾ കായിക വൈറ്റ് ലിഫ്റ്റ് മത്സരത്തിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കിയ മുഹമ്മദ് ഹനാനെ ചടങ്ങിൽ ആദരിച്ചു. അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രം JPH പ്രദീപ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ CDS ജസീറ അധ്യക്ഷയായി. ഹെൽത്ത് ഇൻസ്പെക്ടർ റോബിൻസൺ, JPHI വന്ദന, ഉണ്ണികൃഷ്ണൻ എന്നിവർ ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. എളവള്ളിയിൽ സൗജന്യ മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്തു. പഞ്ചായത്തിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കും കുടുംബശ്രീ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്കുമാണ് സൗജന്യമായി മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്തത്.
മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് നൂതന പദ്ധതികൾ നടപ്പിലാക്കുന്ന എളവള്ളി ഗ്രാമപഞ്ചായത്ത് വ്യക്തി ശുചിത്വത്തിന്റെ ഭാഗമായാണ് പദ്ധതി ആസൂത്രണം ചെയ്തത്. ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം 160 പേർക്കാണ് കപ്പ് വിതരണം ചെയ്തത്. ഹിന്ദുസ്ഥാൻ ലൈഫ് കെയർ ലിമിറ്റഡ് എന്ന കമ്പനിയാണ് പദ്ധതിക്ക് ആവശ്യമായ മെൻസ്ട്രൽ കപ്പ് നിർമ്മിച്ചു നൽകിയത്. എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ ടി സി മോഹനൻ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് അംഗം ലിസി വർഗീസ്, എളവള്ളി കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അജോഷ് തമ്പി, ഹിന്ദുസ്ഥാൻ ലൈഫ് കെയർ ലിമിറ്റഡ് പബ്ലിക് ഹെൽത്ത് എക്സ്പെർട്ട് ഡോക്ടർ ഭവ്യ എന്നിവർ സംസാരിച്ചു. പൈതൃകം ഗുരുവായൂർ സൈനിക സേവാ സമിതിയുടെ നേതൃത്വത്തിൽ വിജയ് ദിവസ് ആഘോഷിച്ചു. നഗരസഭാ വായനശാല അങ്കണത്തിലെ ഗാന്ധി പ്രതിമയ്ക്കു സമീപം പ്രത്യേകം തയ്യാറാക്കിയ അമർ ജവാൻ സ്തൂപത്തിൽ നിലവിളക്ക് കൊളുത്തി പുഷ്പാർച്ചന നടത്തിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് വായനശാല ഹാളിൽ നടന്ന ചടങ്ങ് ലഫ്റ്റനന്റ് കേണൽ ബി ബിജോയ് ഉദ്ഘാടനം ചെയ്തു. 1971 ബംഗ്ലാദേശ് ലിബറേഷൻ യുദ്ധത്തിൽ പങ്കെടുത്ത ക്യാപ്റ്റൻ KP ബാലഗോപാലിനെ പൊന്നാടയും ഫലകവും നൽകി ആദരിച്ചു. സൈനിക സേവാ സമിതി ചെയർമാൻ ബ്രിഗേഡിയർ NA സുബ്രഹ്മണ്യൻ അധ്യക്ഷനായിരുന്നു. കേണൽ കൃഷ്ണകുമാർ, കേണൽ ബാബു, സുബേദാർ മേജർ ഉണ്ണികൃഷ്ണൻ, പൈതൃകം ചീഫ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, സെക്രട്ടറി മധു K നായർ, ജനറൽ കൺവീനർ KK വേലായുധൻ, ഗജാൻജി K സുഗതൻ, കൺവീനർ ഡോക്ടർ KB പ്രഭാകരൻ, സമിതി ഭാരവാഹികളായ മുരളി അകമ്പടി, ശ്രീധരൻ മാമ്പുഴ, വരുണൻ കൊപ്പര, ജ്യോതി വാസ് ഏങ്ങണ്ടിയൂർ എന്നിവർ നേതൃത്വം നൽകി. വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ ഭാഗമായി KVK തൃശൂരിന്റെ നേതൃത്വത്തിൽ വടക്കേക്കാട് പഞ്ചായത്തിലെ കുട്ടാടൻ പാടശേഖരത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് വളപ്രയോഗം നടത്തി. ഫുഡ് പ്രോസസിംഗ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അനീന FA, CT പ്രതിനിധി മഞ്ജു എന്നിവരുടെ നേതൃത്വത്തിലാണ് ഡ്രോൺ ഉപയോഗിച്ച് വളപ്രയോഗം നടത്തിയത്. വാർഡ് മെമ്പർ റഷീദ്, കൃഷി അസിസ്റ്റന്റ് സന്തോഷ് കുമാർ, ചാവക്കാട് ബ്ലോക്ക് ആത്മയിലെ ഫിമി ജോജോ, കർഷക സംഘം പ്രതിനിധികളായ ജോമി തോമസ്, അബ്ദുൾ സലാം, മുഹമ്മദ് അലി, കർഷകരായ ഷിഹാബുദ്ദീൻ, അബൂബക്കർ, ഫഹദ് എന്നിവർ പങ്കെടുത്തു. ആർത്താറ്റ് ബാവാപ്പള്ളിക്ക് സമീപത്തുള്ള അശ്വിനി തീർത്ഥം കേന്ദ്രയിൽ ഞായറാഴ്ച സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് തുടങ്ങും. വാദസംബന്ധമായ വേദനകൾ, ചുമ, കഫക്കെട്ട്, ആർത്തവ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്കുള്ള 5 ദിവസത്തെ മരുന്നുകൾ സൗജന്യമായി വിതരണം ചെയ്യും. ക്യാമ്പിനോടനുബന്ധിച്ച് ആർത്താറ്റ് ശ്രീതിലകം ആർക്കേഡിൽ പ്രവർത്തിക്കുന്ന മൈക്രോ കെയർ ലബോറട്ടറി സൗജന്യ രക്തപരിശോധനയും ഉണ്ടാകും. രാവിലെ 9 നടക്കുന്ന ക്യാമ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 92 07 30 31 09 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പാവനിർമ്മാണത്തിൽ സംസ്ഥാന തലത്തിൽ A ഗ്രേഡോടുകൂടി 1ാം സ്ഥാനം നേടിയ ചെമ്മണ്ണൂർ അപ്പുണ്ണി മെമ്മോറിയൽ സ്കൂളിലെ AP നിരഞ്ജനയെ അനുമോദിച്ചു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, കലാമണ്ഡലം നിർവാഹക സമിതി അംഗം TK വാസു എന്നിവർ ചേർന്ന് ഷാൾ അണിയിക്കുകയും ഉപഹാരം നൽകുകയും ചെയ്തു. ചടങ്ങിൽ നഗരസഭാ കൗൺസിലർ സജീവൻ PV, പൂജ രമേശ്, പുഷ്പ ജോൺ, ശശി MA, ശാലി ശശി എന്നിവർ പങ്കെടുത്തു. ചെമ്മണ്ണൂർ അപ്പുണ്ണി മെമ്മോറിയൽ സ്കൂളിലെ +2 വിദ്യാർത്ഥിയായ നിരഞ്ജന ചെമ്മണ്ണൂർ പുതുശ്ശേരി വീട്ടിൽ അശോകന്റെയും ചെമ്മണ്ണൂർ അപ്പുണ്ണി സ്കൂളിലെ അധ്യാപിക ധന്യയുടെയും മകളാണ്. ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ഡിസംബർ 27 എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ച് രാവിലെ 10 മുതൽ 4 മണി വരെ ചിത്രരചനാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. താൽപ്പര്യമുള്ളവർ 85 92 94 00 10 94 47 17 35 81 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണം ഗ്രാമിന് 5710 രൂപ, പവന് 45,650 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 80 രൂപ. ചരമം മരത്തങ്കോട് കിടങ്ങൂർ കൊറ്റന്തറയിൽ കൃഷ്ണൻ മാസ്റ്റർ മകൻ രാമചന്ദ്രൻ നിര്യാതനായി സംസ്കാരം നടത്തി. കമലം ഭാര്യയാണ്. അനിൽ, സുനിൽ, ഷനിൽ എന്നിവർ മക്കളാണ്. ചാവക്കാട് മണത്തല ബേബി റോഡിൽ പൊന്നരാശ്ശേരി ദിനേശൻ നിര്യാതനായി 68 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. അനീഷ്, ആശ എന്നിവർ മക്കളാണ്. CCTV കേബിൾ നെറ്റ്വർക്ക് ഉടമ MG സിദ്ധാർത്ഥന്റെ ഭാര്യ മാതാവ്, മുതുവട്ടൂർ കാഞ്ഞങ്ങാട് ഗോവിന്ദൻ ഭാര്യ തങ്ക നിര്യാതയായി 91 വയസ്സായിരുന്നു. സംസ്കാരം ചാവക്കാട് ദ്വാരക വാതക ശ്മശാനത്തിൽ നടന്നു. ശാന്തിനി, സൗമിനി, പ്രിയദർശൻ, ദേവപ്രിയൻ, ജ്യോതിപ്രിയൻ, ഷൈനി എന്നിവർ മക്കളാണ്. പ്രേംകുമാർ, ശ്രീവിദ്യ, അജിത, പരേതനായ ശ്രീദേവൻ എന്നിവർ മറ്റ് മരുമക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KP വിശ്വനാഥൻ ഇനി ദീപ്തമായ ഓർമ്മ. അന്തരിച്ച മുൻമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ KP വിശ്വനാഥന്റെ സംസ്കാരം തൃശൂർ പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടന്നു.
തോളൂർ എടക്കളത്തൂരിൽ മകന്റെ വെട്ടേറ്റ് അമ്മ മരിച്ചു. മരിച്ചത് എടക്കളത്തൂർ സ്വദേശിനി 68 വയസ്സുള്ള ചന്ദ്രമതി. കൊലപാതകത്തിന് കാരണം കുടുംബവഴക്കെന്ന് പോലീസ്. മകൻ കസ്റ്റഡിയിൽ. രാജ്യം ഭീതിജനകമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിലൂടെ പോകുമ്പോൾ അധ്യാപകർ പുരോഗമന ചിന്തയുടെ വക്താക്കളാകണമെന്ന് ഡിവൈഎഫ്ഐ കേന്ദ്ര നിർവാഹക സമിതി അംഗം ജെയ്ക് സി തോമസ്. കുന്നംകുളത്ത് KSTA ജില്ലാ സമ്മേളനം ജെയ്ക് ഉദ്ഘാടനം ചെയ്തു. വാസ്തുവിദ്യാ കുലപതി കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ ശതാഭിഷേകാഘോഷത്തിന് ജന്മനാട്ടിൽ തുടക്കമായി. 1000 പൂർണ്ണചന്ദ്രന്മാരെ ദർശിച്ച കാണിപ്പയ്യൂരിന്റെ ശതാഭിഷേകം 2 ദിവസങ്ങളിലായി നടക്കുന്നത് വൈവിധ്യമാർന്ന പരിപാടികളോടെ. ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ. വൈദ്യുതി ദീപാലങ്കാരങ്ങൾ ഒരുക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് KSEB അധികൃതർ. അപകട സാധ്യതയുള്ളതിനാൽ സൂക്ഷ്മതയോടെയുള്ള ഇടപെടൽ അനിവാര്യമാണെന്നും വൈദ്യുതി വകുപ്പ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. മരത്തങ്കോട് ചുങ്കത്ത് മാത്തപ്പൻ എന്ന മാത്യുവിന്റെ 1ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതന്റെ പാവന സ്മരണകൾക്ക് മുന്നിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.